പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ രാജയോഗം തെളിയുന്ന ദിവസം വിദൂരമല്ല. വരും ദിവസങ്ങളിൽ രാജയോഗത്താൽ കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് ഉയർത്തപ്പെടുന്ന നക്ഷത്രജാതകരുണ്ട്. ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലങ്ങൾക്ക് തുടക്കം കുറിക്കുന്നൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസം. നമുക്ക് ഓരോ നക്ഷത്രജാതകരെക്കുറിച്ചും വരും ദിവസങ്ങളിൽ ഇവർ അനുഭവിക്കാൻ പോകുന്ന നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ചെറിയ ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് നോക്കാം. മേടക്കൂറിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെക്കുറിച്ച്. വരും ദിവസങ്ങളിൽ നല്ല നല്ല ഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പലവിധ സന്തോഷ അനുഭവങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് അനുഭവിക്കാനുള്ളൊരു യോഗം ഇവർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല പ്രവൃത്തികൾ കൊണ്ട് ഒരുപാട് സുഹൃത്തുക്കളെ സ്വന്തമാക്കാനും വരും ദിവസങ്ങളിൽ ഇവർക്ക് സാധിക്കും. ധനനേട്ടങ്ങൾക്ക് വഴിയൊരുങ്ങുന്നുണ്ട്. തൊഴിൽ രംഗം ലാഭകരമായിട്ട് വരും. വ്രണങ്ങൾ, അർശോരോഗം, വാദബന്ധിയായ വേദനകൾ ഇവ മൂലം ചികിത്സ തേടേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ കാണുന്നു. മനസ്സിന് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുകയാണ്. മാനക്ഷയത്തിന് സാധ്യതയുള്ളതിനാൽ മോശം സുഹൃത്തുക്കളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. പൊതുപ്രവർത്തകർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകും. പ്രായോഗിക ബുദ്ധി കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നേടാൻ സാധിക്കും. വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ നീങ്ങിവരും. വിദ്യാഭ്യാസത്തിലെ ക്ലേശ അനുഭവങ്ങൾ മാറിക്കിട്ടും. മക്കളെ കൊണ്ട് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. തൊഴിൽ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. സുഹൃത്ത് സംഗമം ഉണ്ടാകും. ഭൂമി കൈമാറ്റങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് നടക്കും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കും. സാങ്കേതിക വിദ്യാഭ്യാസം കഴിഞ്ഞു നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസത്തിനനുസരിച്ച് വിദേശത്തൊരു തൊഴിൽ സാധ്യത കാണുന്നുണ്ട്. ആയുധം ഉപയോഗിച്ച് തൊഴിൽ ചെയ്യുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലം കൂടിയാണ് വരുന്നത്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി ഭഗവതി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്രജാതകർ 2, 3, 4 പാദത്തിൽ ജനിച്ചവർ. രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. അധികാര സ്ഥാനത്തുള്ളവരിൽ നിന്നും പലവിധ നേട്ടങ്ങൾ അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കാലതാമസം നേരിട്ടവർക്ക് അതിനൊരു മോചനം കണ്ടെത്താൻ സാധിക്കും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ നീങ്ങിത്തുടങ്ങും. നേത്രരോഗം, ഹൃദയബന്ധിയായ അസുഖങ്ങൾ, ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ കഴിവതും ഒഴിവാക്കണം. കാര്യതടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. മക്കളെ കൊണ്ട് സമ്മിശ്ര ഫലങ്ങളായിരിക്കും. ധനപുഷ്ടി ഉണ്ടാകും. സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും. പലവിധ ദുഃഖ അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. വഴിയാത്രയ്ക്കിടയിൽ അനുഭവപ്പെട്ട തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ശത്രുക്കളുടെ ഉപദ്രവം വെറും ദിവസങ്ങളിൽ വളരെ കുറവാണ്. തൊഴിൽ രംഗം മെച്ചപ്പെടും. തൊഴിൽ രംഗത്ത് പണം കൂടുതൽ ചിലവാക്കേണ്ടതായിട്ട് വരും. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് വിദേശത്ത് ജോലിക്കായിട്ട് ശ്രമിച്ചാൽ നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നൊരു ജോലി ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മിഥുനക്കൂറിലെ മകയിരം നക്ഷത്രജാതകർ 3, 4 പാദത്തിൽ ജനിച്ചവർ. തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. രാജയോഗത്താൽ ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് തെളിയും. ഭവന നിർമ്മാണം, സർക്കാർ ജോലി, അതുപോലെ വിവാഹം മുടങ്ങിയവർക്ക് പുതിയൊരു വിവാഹ സാധ്യത,
ഇതുപോലെ ഒട്ടനവധി ഭാഗ്യങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ ഇവർക്ക് നടന്നു കിട്ടും. വീട്ടിൽ സ്വസ്ഥമായിട്ടുള്ളൊരു അന്തരീക്ഷം സംജാതമാകും. ഭാഗ്യ അനുഭവങ്ങൾ ഇരട്ടിയായിട്ട് ലഭിക്കും. അച്ഛനോ തത്തുല്യവർക്കോ രോഗാരിഷ്ടതകൾ മൂലം ബുദ്ധിമുട്ടാൻ സാധ്യതകൾ കൂടുതലാണ്. ബുദ്ധി സാമർഥ്യം പ്രകടമാക്കാൻ സാധിക്കും. കലഹ സ്വഭാവമൊക്കെ മാറ്റിവെച്ച് എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറാൻ പരിശ്രമിക്കും. ആഭരണങ്ങളും മറ്റലങ്കാര വസ്തുക്കളും വാങ്ങാൻ സാധിക്കും. ഉദരവ്യാധിക്ക് പ്രത്യേകം ചികിത്സകൾ വേണം. കൂടുതൽ കാൽനട യാത്രകൾ വേണ്ടിവരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. ചഞ്ചല മനസ്കരായിരിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നിലും ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റുകയില്ല. വാദബന്ധിയായ വേദനകൾ അതിജീവിക്കും. കമിതാക്കളുടെ ആഗ്രഹം സഫലമാകും. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ചെത്തിപ്പൂമാല ചാർത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കർക്കിടകക്കൂറിലെ പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. വീട്ടിൽ സ്വസ്ഥമായിട്ടുള്ളൊരു അന്തരീക്ഷം സംജാതമാകും. പുതിയ ഗൃഹനിർമ്മാണത്തിന് ശ്രമിച്ചാൽ വിജയസാധ്യത കൂടുതലാണ്. സഹോദര ബന്ധങ്ങൾ ദൃഢമാകും. പലവിധ സന്തോഷ അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. മക്കളുടെ ആരോഗ്യസ്ഥിതിയിലെ ആശങ്കകൾ മാറ്റിവെക്കണം. കാര്യസാധ്യവും ഉണ്ടാകും. പലവിധ ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതകൾ കാണുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ കലഹവാസന കുറഞ്ഞു തുടങ്ങും. ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനാക്കാൻ സാധിക്കും. വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ അവസരം ഉണ്ടാകും. വളരെ കാലമായി അകന്നു കഴിയുന്ന സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. നാൽക്കാലി വളർത്തൽ ലാഭകരമാകും. തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനം മെച്ചപ്പെടും. ദൂരയാത്രകൾ വേണ്ടിവരും. യാത്രകൾ ഈ സമയത്ത് വളരെ സൂക്ഷിച്ചു വേണം. ഇവർ ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനനേട്ടങ്ങളുടെ കാലങ്ങൾക്ക് വഴി തുറക്കുന്ന ദിവസങ്ങളാണ് ചിങ്ങക്കൂറുകാരെ കാത്തിരിക്കുന്നത്. തൊഴിൽ നഷ്ടപ്പെട്ടു പോയവർക്ക് പുതിയൊരു തൊഴിൽ സാധ്യത ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട്. ഇതുമൂലം തന്നെ വീട്ടിലെ പട്ടിണിയും പ്രാരാബ്ധവും മാറാനുള്ള സാധ്യതയും ഈ സമയത്ത് കൂടുതലാണ്. വീട്ടിൽ കലഹവാസന കുറയുകയും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു അന്തരീക്ഷം സംജാതമാകുകയും മനസ്വസ്ഥത കൂടുതലായിട്ട് ലഭിക്കുകയും ചെയ്യും. ദാമ്പത്യ ബന്ധത്തിൽ സ്വരച്ചേർച്ച കുറയാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം. മനോദുഃഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. ദൂരയാത്രകൾ ആവശ്യമായിട്ട് വരും. അലച്ചിലും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. എല്ലാ കാര്യങ്ങൾക്കും മന്ദത അനുഭവപ്പെടുമെങ്കിലും അപ്രതീക്ഷിതമായ ചില കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ബന്ധുക്കൾ അകന്നു പോകുന്നതിൻ്റെ വിഷമം കഠിനമാകാൻ സാധ്യതയുണ്ട്. വാതരോഗങ്ങൾ, പ്രമേഹം ഇവ ശ്രദ്ധിക്കണം. മക്കൾക്ക് സുഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്കോ ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിവരും. മക്കളുടെ വിവാഹ ആവശ്യത്തിന് ബാങ്ക് ലോൺ കൃത്യസമയത്ത് തന്നെ ലഭിക്കാനും സാധ്യതയുണ്ട്. കർമ്മമണ്ഡലവും മെച്ചപ്പെട്ടു തുടങ്ങും. തൊഴിൽ സ്ഥലത്ത് കലഹസാധ്യത, അഗ്നിബാധ ഇവ പ്രതീക്ഷിക്കണം. ഗൃഹ ഉപകരണങ്ങൾ കേടുപാട് വരാനും സാധ്യത കൂടുതലാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കന്നിക്കൂറിൽ പിറന്ന ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സാമ്പത്തിക പുരോഗതിക്കുള്ള വഴികൾ തുറക്കുകയാണ്. കിട്ടാനുള്ള പണം തിരികെ ലഭിക്കും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. മക്കളെ കൊണ്ടുള്ള ആദി കുറഞ്ഞു തുടങ്ങും. കുറേയൊക്കെ കാര്യസാധ്യങ്ങളും ഉണ്ടാകും. തർക്ക വിഷയങ്ങളിൽ വിജയം വരിക്കും. ആദരവും അംഗീകാരവും ലഭിക്കും. വലിയ വലിയ ദുഃഖ അനുഭവങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും. കൂടുതൽ യാത്രകൾ വേണ്ടിവരും. ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. സുഖ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങളും നീങ്ങും. അവിചാരിതമായി ധനം വന്നു ചേരാൻ സാധ്യതകൾ കൂടുതലാണ്.
തലവേദന, ചെവിവേദന, കാല്, പാദങ്ങൾ വിണ്ടുകീറുക ഇവയ്ക്കും സാധ്യതകൾ കൂടുതലാണ്. ഇവർ ദോഷപരിഹാരാർത്ഥം സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.